പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനുമായി ആണവ നിർവ്യാപനം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ ഇപ്പോഴും തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുമായി ഈ വരുന്ന ഞായറാഴ്ചയും ചർച്ച നടക്കുന്നുണ്ട്. ഇത്തരം ദിവസം നടന്ന ചർച്ചകളൊന്നും തന്നെ ഒരു തീരുമാനമാകാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇറാന്റെ പിടിവാശി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തടസ്സമായി മാറിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഞായറാഴ്ച ചർച്ചയും കൂടി ഒരുപക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് പദ്ധതിയിടുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന് ചുറ്റുമുള്ള മറ്റു പല രാജ്യങ്ങളിലും ഇറാഖ് ഉൾപ്പെടെ രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈയിടെ ഇറാൻ മറ്റൊരു അവകാശവാദം കൂടി ഉന്നയിച്ചിരുന്നു. ഇറാനിലെ ഇന്റലിജൻസ് മന്ത്രി പറഞ്ഞത് ഇസ്രായേലിന്റെ ആണവ പദ്ധതി സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും തങ്ങളുടെ കൈവശമുണ്ട് എന്നുമാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ മുൻകരുതൽ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇറാഖിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോട് കൂടുതൽ ജീവനക്കാർ അവിടെ നിൽക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ എംബസി ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതേക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു അപകടം പിടിച്ച മേഖലയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്.